അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാല്ലാ അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത്. കമൻറ്റ്സ് എന്താണെന്നുള്ളതും കൂടെ അറിയിക്കണേ. അപ്പോൾ ഞാൻ ഉച്ചനേരമൊക്കെ ആയപ്പോഴാണ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. രാവിലെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല. അപ്പോൾ 2 ദിവസം കൊണ്ട് ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കറണ്ട് പോയി വന്നൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ മൊബൈലിൽ പറയുന്നത് പോലെ ചാർജ് ഒന്നും കാണത്തില്ല. അപ്പോൾ ദേ ഉച്ചയ്ക്ക് കറി വെക്കാനായിട്ട് ചാളയാട്ടോ, മീൻ മേടിച്ചിട്ടുള്ളത് ചാളയായിരുന്നു. അത് ഞാനങ്ങ് വറ്റിച്ച് പുളി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല നെയ്ച്ചാള പോലത്തെ ചാളയായിരുന്നു കേട്ടോ. നല്ലതുപോലെ അങ്ങ് വറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാങ്ങ സീസൺ ആയതിന് ശേഷം ഇതുവരെയും ഒരു ഒഴിച്ചുകറി ചക്കക്കുരു കൂടെ ഇട്ടിട്ട് ഒഴിച്ചുകറി വെക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പം മാങ്ങയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത വന്നത്. അപ്പോൾ ഇന്നലെ ചക്കക്കുരുവും മാങ്ങയും കൂടി ഇട്ടിട്ട് ഉള്ളൊരു കറിയാണ് കേട്ടോ. ഈ മാങ്ങയ്ക്ക് അധികം പുളിയില്ലാത്തൊരു മാങ്ങയായിരുന്നേ. നമ്മുടെ മാവ് നല്ല പുളിയുള്ള മാങ്ങയാണ്. മൂവാണ്ടനും കിളിച്ചുണ്ടനും ഒക്കെ നല്ല അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. പക്ഷേ ഈ മാങ്ങ അത്ര പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ. ഈ കറിക്ക് പുളിയുള്ള മാങ്ങയാണ് നല്ലത്. അപ്പം നമ്മൾ ഒരു മാങ്ങയും കുറച്ച് ചക്കക്കുരും കൂടെയൊക്കെ അരിഞ്ഞ് കുറച്ച് മഞ്ഞളും ഉപ്പും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ചട്ടിയിലേക്ക് അങ്ങ് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. പണ്ടാണെങ്കിൽ ചക്കക്കുരുവും മാങ്ങയും കൊഞ്ചും മുരിങ്ങക്കായും ഇട്ടിട്ട് ഒരു ഒഴിച്ചെറി വെക്കുമായിരുന്നു കേട്ടോ ഉമ്മച്ചി. ഇപ്പോൾ പിന്നെ അതൊന്നുമില്ല. അങ്ങനെ കറി വേവുന്ന സമയം ചക്കക്കുരു വേകാനായിട്ട് കുറച്ച് സമയം എടുക്കും. നമ്മുടെ ചെടികളൊക്കെ നല്ല മാവുള്ള സമയമായിട്ടുണ്ട്. നമ്മുടെ ഈ ഇതിൻ്റെ ഒന്നും പേരൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തൊന്നുമില്ല കേട്ടോ. വേകാനായിട്ട് ചെടികളെല്ലാം അപ്പോൾ ഞാൻ കുറച്ച് ചെടികളാണെങ്കിലും ഇപ്പം നന്നായിട്ട് എല്ലാത്തിനും തൈകൾ പൊട്ടി മുളച്ചുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പിരിച്ച് നടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഗ്രോ ബാഗ് എന്തായാലും എൻ്റെ കയ്യിൽ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാനന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പാക്കിൽ എന്തോ 25 അങ്ങോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ കുറേ മുളകും അതും ഇതും ചെറിയ അടുക്കള കൃഷിയുണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങ് പോയി നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കവർ ബാലൻസ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പിന്നെ വേറെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഇനിയിപ്പോൾ കവറുകളൊന്നുമില്ല, എല്ലാം ഇനി മണ്ണിൽ പറ്റിച്ചിട്ടേ പറ്റത്തുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ മഴയൊക്കെ ആയെന്ന് തോന്നുന്നല്ലേ. 2 ദിവസമായിട്ട് ചെറിയ ചാറ്റൽ മഴയും നല്ല മഴക്കോളും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി മണ്ണിൽ പറ്റിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിന് ക്ഷാമം കാണത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാം ഒന്ന് പിരിച്ച് മാറ്റി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഇലച്ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സ്നേക്ക് പ്ലാന്റ്, അതിൻ്റെ പേര് മാത്രമേ എനിക്കറിയത്തുള്ളൂ, വേറെ ഒന്നിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെയുള്ള ചെടികളുണ്ടല്ലോ, ഇലച്ചെടികൾ, പൂക്കളൊന്നും ഇല്ലാത്ത ഇലച്ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. മണി പ്ലാന്റ്, പല വെറൈറ്റി മണി പ്ലാന്റൊക്കെ എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചെടി നടലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് തുണി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വിരിച്ചിടാനായിട്ട് പോവാണ് കേട്ടോ. ഇതിന് മുന്നേയൊക്കെ ഞാൻ ആദ്യം ചെയ്തൊരു പണി അവിടെ ഇട്ടിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പണികൾ ചെയ്യാനായിട്ട് ഇറങ്ങിയത്. മറ്റൊന്നുമല്ല, ഒരു തേക്കിൻ്റെ വിറകുണ്ടായിരുന്നു, അത് ഞാൻ കൊത്തി കീറി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു വെയിൽ വന്നപ്പോഴത്തേക്കും അതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. അതിൻ്റെ ആ തോലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തീയിൽ വെച്ച് കൊടുത്താൽ നല്ല പള കത്തിക്കോളും. പക്ഷേ അതെല്ലാം നനഞ്ഞു പോയി കേട്ടോ മഴയത്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് കീറിയിട്ട് അവിടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കൊണ്ട് പറക്കി വെച്ചില്ലെങ്കിൽ ഇനി പോർക്കാതെ മഴ പെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ബാലൻസ് വെച്ചിട്ട് പോകുന്ന ഒരാളാണ് കേട്ടോ. മറന്നു പോകും, മറവീച്ച് കൂടുതലായതുകൊണ്ട്. അപ്പോൾ ഇതിപ്പോൾ അവിടെ കിടന്നു കഴിഞ്ഞാൽ നനഞ്ഞ് നമുക്ക് ഒന്നിനും ഉപയോഗമില്ലാതായിപ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കി മാറ്റി വെക്കാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് തേങ്ങയും ജീരകം വെളുത്തുള്ളി കൊച്ചുള്ളിയൊക്കെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ മാങ്ങാക്കറിക്കുള്ള അരപ്പും കൂടെ തയ്യാറാക്കിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. കാരണം കറണ്ട് പോയി കഴിഞ്ഞാൽ വലിയ പാടാണ്. അമ്മയാണെങ്കിൽ നമ്മൾ പണ്ടങ്ങാണ്ട് കൊത്തിയിട്ടുള്ള അമ്മയാണ് കേട്ടോ. ഈ കൊത്തിയ അമ്മയിൽ ചുമ്മാ ഇട്ട് അരച്ചിട്ട് കാര്യമില്ല, അത് അരയത്തൊന്നുമില്ല, കൊത്തനും വെള്ളം പോലെ കിടക്കും, കഴിക്കാനും ഒരു സുഖം കാണത്തില്ല കേട്ടോ. അതുകൊണ്ട് അരച്ച് വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. പിന്നെ ഈ കന്നാസിൽ ഇരിക്കുന്നത് വെള്ളമാണ് കേട്ടോ. അത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സംശയം കാണും, എന്താ ഈ വീടിൻ്റെ മുറ്റത്തൊക്കെ കന്നാസ് നിരത്തി വെച്ചേക്കുന്നതെന്ന്. വെള്ളമാണ് കേട്ടോ, അത് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന വെള്ളമാണ്. നമ്മൾ ഈ ലൈൻ പൈപ്പിലെ വെള്ളമൊന്നും കുടിക്കാൻ കൊള്ളത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വേറൊരു വീട്ടിൽ നിന്ന് എടുക്കുന്ന വെള്ളമാണ് ആ കന്നാസിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാർക്കൊക്കെ സംശയമായിരിക്കും, ഈ വീടിൻ്റെ മുമ്പിലൊക്കെ എന്തിനാണ് കന്നാസ് നിരത്തി വെച്ചേക്കുന്നതെന്ന്. അതുകൊണ്ട് അങ്ങ് പറഞ്ഞാന്നേ. അപ്പോൾ അത് കയറി വന്നപ്പോഴത്തേക്ക് നമ്മുടെ മാങ്ങാക്കറിയൊക്കെ ഇവിടെ കഷ്ണങ്ങളെല്ലാം ചക്കക്കുരുവൊക്കെ നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് കടുകും കൂടെ പൊട്ടിച്ചൊഴിച്ചപ്പോഴത്തേക്ക് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ബൈ.